അപ്പോൾ ഇന്ന് പറയാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല. നമുക്കെല്ലാവർക്കും സന്തോഷം, ബഹുത്ത് സന്തോഷം. മമ്മൂട്ടി എന്നൊരു നടൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ മമ്മൂട്ടീനെ പോലൊരു മഹാനടന് ഒരു അസുഖം വരരുതെന്നാണ് നമ്മുടെ മലയാളികളെല്ലാം ആഗ്രഹിക്കുന്നത്. അന്യഭാഷ പറയുന്ന ആൾക്കാർ പോലും മമ്മൂട്ടീനെ സ്നേഹിക്കുന്നു. അപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല, കുടലിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ടായ അംഗങ്ങളൊക്കെ എന്താണ്? ഒന്നുമില്ലാണ്ട് തീയില്ലാണ്ട് പുകയുണ്ടാവുമോ? അതിന് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ക്യാൻസറാണ്. മമ്മൂട്ടിയുടെ ഈ ക്യാൻസർ ഇല്ല എന്നുള്ളത് ഡൽഹിയിലെ മിഡ് ഡേ എന്ന് പറഞ്ഞൊരു പത്രം റിപ്പോർട്ട് ചെയ്തു. മമ്മൂട്ടി നോമ്പ് കാലത്ത് അഭിനയം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നത്, ചെറിയൊരു ശ്വാസ തടസ്സം മാത്രമാണ് മമ്മൂട്ടിക്കുള്ളത് എന്നാണ് പറഞ്ഞത് മിഡ് ഡേ പത്രം. അപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞ ആ പത്രം എവിടെ നിന്ന് കിട്ടിയവർക്ക് ഈ വാർത്ത? ആരാണ് വാർത്ത കൊടുത്തത്? ഒന്നുമില്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ മമ്മൂട്ടീനായിട്ട് ബന്ധപ്പെട്ടവരാണോ കൊടുത്തത്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ PR ആണോ കൊടുത്തത്? അതിനൊന്നും ഒരു ആൻസറും ഇല്ല. മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല, ഇത്ര മാത്രമാണ് പറയണത്. കേരളത്തിലെ ഒരു മാധ്യമം പോലും മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, കൈരളി ന്യൂസ്, ഇങ്ങനെ ന്യൂസുകളിലൊരു ബഹളുണ്ട്. അവരൊക്കെ മൊയിൽ ചത്താലും മൊയിൽ പറ്റാലും വരെ അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ മമ്മൂട്ടിയുടെ ക്യാൻസറിൻ്റെ വിവരം അവരാരും അറിഞ്ഞില്ല, അവരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ വന്നു? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് പറയട്ടെ, മമ്മൂട്ടിയുടെ ഒരു 100 കോടി രൂപയുടെ ഒരു പടമുണ്ട്. അതിൽ മോഹൻലാലുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ഇനിയിപ്പോൾ മലയാളത്തിലെ എല്ലാവിധ ഒരു ഒട്ടുമുക്ക നടന്മാരൊക്കെ ഉണ്ട്. 100 കോടി രൂപ പടം. ആൻഡ്രോ ജോസഫാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് ഡൽഹിയിൽ നിന്ന് നിർത്തി വെച്ചിട്ട് പാക്കപ്പ് ചെയ്തിട്ട് 3-ാം തീയതി ഇവിടെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ആ പടം ഇനിയിപ്പോൾ 27-ാം തീയതി ഇനി അടുത്ത ഷെഡ്യൂളിൽ വെച്ചുകൊണ്ട് അതും തുടങ്ങുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ മമ്മൂട്ടി 27-ാം തീയതി ഒരു തിയേറ്റർ ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഇനിയിപ്പോൾ ക്യാൻസർ ഇല്ല ഒന്നുമില്ല, അതിനെ പോയി തിയേറ്റർ ഉദ്ഘാടനം ചെയ്യട്ടെ. പക്ഷെ നമ്മളിപ്പോഴും പറയുന്നു മമ്മൂട്ടിക്ക് ക്യാൻസറാണ്. പക്ഷേ അത് ഫസ്റ്റ് സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജ്, 4th സ്റ്റേജിലുള്ളവർ വരെ ചികിത്സിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടിക്ക് ഇപ്പം നമ്മൾ ഏതൊരു മനുഷ്യനായാലും ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ അംശം ഉണ്ടായിരിക്കാം. അതൊക്കെ പുറത്തു വരുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഭൂമി വിട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ ചെറിയ ഒരു തുടക്കം തന്നെയാണ് കണ്ടത്. പക്ഷെ അത് ഒരു കാരണവശാലും ഈ വാർത്ത ലീക്കാവാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ആ വാർത്ത എങ്ങനെ ലീക്കായി എന്ന് ചോദിച്ചാൽ അത് അറിയില്ല. വാർത്ത ഒരാളിന്, മമ്മൂട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളിനാണ് അത് പുറത്തു വിട്ടത്. അപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫാൻസുകാർ വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇല്ലാണ്ടിരിക്കട്ടെ, നല്ല കാര്യം. പക്ഷേ നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടം അടച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്കിപ്പോൾ മമ്മൂട്ടി എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മമ്മൂട്ടി ഈ നോമ്പ് കാലത്ത് അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അറിവാണ് നമുക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എത്ര നോമ്പ് വന്നോണം, ആ നോമ്പ് കാലത്തൊക്കെ മമ്മൂട്ടി ഡേറ്റ് എടുത്ത് എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം തന്നെ എന്താ നോമ്പ് കാലത്ത് അഭിനയിക്കാത്തത്? അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് മുതൽ ആൾക്ക് ചികിത്സ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ചികിത്സ തുടങ്ങാൻ പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈ വീട്ടിൽ റെസ്റ്റ് എടുക്കുക. കാരണം എന്താണ്? മൂപ്പർക്ക് പനി വന്നു. പനി വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ചികിത്സ ചെയ്യാൻ പറ്റില്ല. ആ പനി മാറിയതിന് ശേഷം മാത്രമാണ് തെറാപ്പി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ മമ്മൂട്ടി ഈ മാസമല്ല, അടുത്ത മാസമല്ല, ഇപ്പോൾ തൽക്കാലം 2 മാസത്തേക്ക് മമ്മൂട്ടിക്ക് ഫുൾ റെസ്റ്റാണ്. ഒരു ഷെഡ്യൂളിലും അഭിനയിക്കില്ല. അതുപോലെ തന്നെ ഈ വിവരം പുറത്തു വന്നതോട് കൂടിയിട്ട് 100 കോടി രൂപ പടമാണ് അനൗൺസ് ചെയ്ത് പല സ്ഥലങ്ങളിലും, മലേഷ്യ, തായ്ലാൻഡ്, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിംഗ് നടന്നൊരു പടം അത്. അപ്പോൾ അതുവരെ പ്രതിസന്ധിയിലായിരിക്കും നിൽക്കുക. ആ പടത്തിന് പേരിട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആൻഡ്രോ ജോസഫ് തന്നെ പെട്ടിരിക്കുക. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഇതിന് ഫൈനാൻസ് ചെയ്യാന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ മുങ്ങിയിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് വേണ്ടി മുടങ്ങി കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മമ്മൂട്ടി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വരാനായിട്ട് കുറച്ച് താമസമുണ്ട്. മമ്മൂട്ടിയുടെ വേണ്ടപ്പെട്ട കുടുംബങ്ങളോ അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ബുള്ളറ്റിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഇന്നവരെ കമശിവ എന്നതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇത്രയും കോലാഹലങ്ങളൊക്കെ നടന്നിട്ട് പോലും മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നോ മമ്മൂട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നോ ഒരാളുടെ ഭാഗത്തുനിന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല, മമ്മൂട്ടിക്ക് വെറും തുമ്മൽ മാത്രമേ ഉള്ളൂ, പനി മാത്രമേ ഉള്ളൂ, ശ്വാസതടസ്സം മാത്രമേ ഉള്ളൂ എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസുകൾ ഫേക്കാണോ അത് ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴും മറ്റുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞത് മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ തുടക്കമാണ്. പക്ഷേ തുടക്കത്തിൽ കണ്ടെത്തിയ കാരണം അതൊരു പ്രശ്നമല്ല. കൂടി വന്ന 2 മാസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് വീണ്ടും ഫീൽഡിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അമേരിക്കയിലേക്കൊക്കെ പോകാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മമ്മൂട്ടിയുടെ മരുവാൻ ഇവിടെ അപ്പോളോ ഹോസ്പിറ്റലുണ്ട്, സുർമിയുടെ ഭർത്താവ്. അപ്പോൾ അതുകൊണ്ട് അപ്പോളോ ഹോസ്പിറ്റലാണ് മൂപ്പരെ ചികിത്സ. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ഒരു സ്വല്പം വൈകിയാലും മൂപ്പര് ഫീൽഡിലേക്ക് തിരിച്ചു വരും എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ്. എന്നിരുന്നാലും ഈ മാധ്യമങ്ങൾ, ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടായിട്ട് ഒരാൾ പോലും ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് ഒന്നും ഉണ്ടാവട്ടെ, ഇല്ലാണ്ടിരിക്കട്ടെ, മമ്മൂട്ടി ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.